അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാമിഉ തുർമുദി സബഖ് നമ്പർ 1, ഹദീസ് നമ്പർ 1. ഹദീസ് പഠന പരമ്പര. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار أما بعد. അള്ളാഹു ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തട്ടെ. ഉസ്താദുമാര്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, ശിഷ്യന്മാര്, മുഹബ്ബീങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ റിള നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു വലിയ തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഖൽബുകളിൽ അള്ളാഹു ഇൽമും വറഉം തഖ്വയും അള്ളാഹു നിറക്കട്ടെ. നമ്മൾ ഓതുന്ന മുസന്നിഫ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. യഥാർത്ഥ ദീനിൻ്റെ ഇൽമിൻ്റെ ഖാദിമിങ്ങളായി നമ്മെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബിങ്ങൾ ആദ്യം മുതലാണ് ഓതുന്നത്. നമ്മുടെ കയ്യിലുള്ള കിതാബ്, നിങ്ങൾക്ക് അയച്ചു തന്ന PDF-ഉം നിങ്ങൾക്ക് അയച്ചു തന്ന കിതാബുകൾ പോസ്റ്റ് വഴി നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ച കിതാബുകളൊക്കെ നമ്മൾ പേജ് 35 പല കിതാബുകളും പേജ് 35, പേജ് 12. പല കിതാബുകളും പല രൂപത്തിലായിരിക്കും. അത് നമ്മൾ ആ പേജിലുള്ളത് വായിക്കാം, പിന്നെ പഴയ കിതാബിലുള്ള കുറച്ച് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബ് ത്വഹാറത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു മാ ജാഅ ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ. حدثنا قتيبة بن سعيد حدثنا أبو عوانة عن سماك بن حرب وحدثنا هناد حدثنا وكيع عن إسرائيل عن سماك عن مصعب بن سعد عن ابن عمر رضي الله عنهم عن النبي صلى الله عليه وسلم قال لا تقبل صلاة بغير طهور ولا صدقة من غلول. صدق رسول الله. قال هناد في حديثه إلا بطهور. قال أبو عيسى هذا الحديث أصح شيء في هذا الباب وأحسن. وفي الباب عن أبي المليح عن أبيه وعن أبي هريرة وأنس. وأبو المليح ابن أسامة اسمه عامر ويقال زيد بن أسامة بن عمير الهذلي رضي الله عنهم. നമ്മൾ ഓതുന്ന കിതാബ് ആദ്യ ഭാഗം കിതാബ് ത്വഹാറത്തി. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്നാൽ പഴയ കിതാബുകൾ അങ്ങനെയല്ല, പല രൂപത്തിൽ കിതാബുകളുണ്ട്. നമ്മൾ ഉസ്താദുമാർ, ഇപ്പോൾ ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ്, നമ്മൾ ഉസ്താദുമാരൊക്കെ ഓതിയ നമ്മളൊക്കെ സാധാരണ ഓതുന്ന പഴയ കിതാബ് കുറച്ച് വലുതാണ്. നമ്മൾ പഴയ മിഷ്കാത്തുണ്ടല്ലോ, ആ വലിപ്പം ഉണ്ടാവും. സിഹാവുസിത്ത ഓരോന്നും അത്ര വലിപ്പമുണ്ട്. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും, മൂന്നാമത്തെ അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇങ്ങനെയുള്ള 6 സ്വഹീഹുകൾ. ഇതൊക്കെ അങ്ങനെ പ്രസിദ്ധമായ വലിയ കിതാബുകളാണ്. ഇന്ന് പിന്നെ വിപണിയിൽ ഓരോ പ്രസ്സുകാരടിക്കുമ്പോൾ ചെറുതാവും വലുതാവും, വാള്യങ്ങളാക്കും, പല രൂപത്തിലാവും. മുമ്പത്തെ കിതാബിൽ കുറച്ചും കൂടി ഉണ്ട്. അതിൻ്റെ തുടക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു 10-30 പേജ് ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട് ഈ കിതാബിനെ പറ്റിയുള്ള ചർച്ചയാണ്. പിന്നെ ഒരു 8-10 പേജുകൾ, കൃത്യമായി പറഞ്ഞാൽ 14 പേജ്. പിന്നെ അതിനുശേഷം ഫിഹറസ്താണ്, അതായത് അബാബ് ത്വഹാറത്ത്, ഓരോ ബാബിൻ്റെ പേരുകൾ ഫിഹറസ്ത് എന്ന് പറയും, ഉള്ളടക്കം. അതിനുശേഷം 2 പേജ്, പിന്നെ ഒരു പേജ് അൻവർ ഷാ കാശ്മീരി എന്ന ഒരു മുഹദ്ദിസിൻ്റെ കുറച്ചൊരു വിശദീകരണം, കിതാബുമായി ബന്ധപ്പെട്ടൊരു ചർച്ച. ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പേജ് കുറച്ച് എഴുതിയിട്ടുണ്ട്. ഉറുദു മാതിരിയാണ് പോലെ അറബി എഴുതുക. അങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം പിന്നെയാണ് നമ്മളെ കിതാബ് തുടങ്ങുന്നത്. അപ്പോൾ പഴയ കിതാബുകൾ 19 പേജിൽ പല കാര്യങ്ങളുണ്ട്. ശേഷം 51-ാമത്തെ പേജ്, അഥവാ 1, 2, പിന്നെ അടുത്ത പേജിലാണ് കിതാബ് തുടങ്ങുന്നത്. അതിൽ തന്നെ നമ്മളെ ഭാഗം അതിൽ ചിലപ്പോൾ കുറച്ച് കാണുന്നില്ല. അപ്പോൾ അതിൽ കാണാം കാല ഷെയ്ഖുൽ മുഖറം അൽ മുഫീമുൽ മഷ്ഹൂർ ബൈനുൽ ആഫാഖ് അൽ മർഹൂം അൽ മഗ്ഫൂർ മൗലാന മുഹമ്മദ് ഇസ്ഹാഖ് ഹസലി അൽ ഇജാസത്തു, പിന്നെ വൽ ഖിറാഅത്തു വസ്സമാഅത്തു. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ മുസന്നിഫിന്, കിതാബിന്, ഇവർക്കൊക്കെ ഇജാസത്ത് കിട്ടിയ അവരുടെ ഉസ്താദുമാർ. ഇപ്പം നമ്മൾ പറയാലോ, എനിക്ക് കിതാബ് ഓതാൻ സമ്മതം കിട്ടിയത് ഇന്ന ആളെടുത്തുനിന്നാണ്, ഞാൻ ഈ കിതാബ് ഓതിയത് ഇന്ന ആളെടുത്തുനിന്നാണ്. ഇപ്പോൾ ഞാൻ ബുഖാരി ഓതിയത് അല്ലാമ സഈദ് അൽ ഹസറത്താണ് എൻ്റെ ഉസ്താദ്. നമ്മൾ ഉസ്താദുമാരുടെ ചർച്ചകളൊക്കെ ബുഖാരിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് ആ കിതാബ് കിട്ടിയത്, ഈ ഹദീസ് കിതാബ് ഓതിയത് സഈദ് അൽ ഹസറത്തിൽ നിന്നാണ്. ബുഖാരി ഓതിയത് വേറെ ഉസ്താദുമാരുണ്ട്,
വാക്യത്തിൽ ഇപ്പം നിലവിലെ മുദരിസ് ഹമീദ് ഹസറത്ത്, മഹാൻ ആലിമുൽ-അല്ലാമ ഹമീദ് ഹസറത്ത്, അവരുടെ പക്കൽ നമ്മൾ ഓതിയത്. അപ്പം അവരാണ് നമുക്ക് ഇജാസത്ത് തന്നത്. സനദും കിതാബും സനദ് അവരാണ് നമ്മുടെ സിൽസിലയിൽപ്പെട്ട മഹാന്. സനദ് വായിക്കുന്നുണ്ടല്ലോ, സനദ് പറഞ്ഞാൽ അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദല്ലേ. അപ്പം നമുക്ക് ഉസ്താദ്മാരാണ് ഇജാസത്ത് തന്നതും ഖിറാഅത്തും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഉസ്താദ്മാരുടെ സമ്മതപ്രകാരം നിങ്ങൾ ഇജാസത്ത് തരും. ഓരോ ഉസ്താദ്മാർ കിതാബ് ഓതുമ്പോൾ നിങ്ങൾക്ക് ഓതാനും ഓതി കൊടുക്കാനും ഇഫ്താഹിനൊക്കെ ഇജാസത്ത് തരുന്നു എന്ന് പറയും. എന്നതുപോലെ ഈ കിതാബിൻ്റെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ കാണും. ശേഷം 5-6 വരിക്ക് ശേഷം പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് നമ്മളെ കിതാബിലില്ലാത്ത ചില കാര്യങ്ങളായിട്ടുണ്ട്. എന്താണത്? നമ്മളെ കിതാബില്ലാതെ പഴയ കിതാബിലൊക്കെ ഉണ്ട്, ഇപ്പോൾ പുതിയതിലുണ്ട്. നമ്മൾ അത്ര പാഠഭാഗം അതിൽ അർത്ഥം വെക്കാനൊന്നുമില്ല. അതായത് പേര് മാത്രമേ ഉള്ളൂ, ഉസ്താദ്മാരുടെ പേരാണ്, നമുക്കൊന്ന് വായിക്കാൻ ബർക്കത്തിന്. അപ്പം എന്താ ഉള്ളത് പഴയ കിതാബിലൊക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഖ്ബർന അഷ്ശൈഖ് അബുൽ ഫതഹ്. ഇതിൽ വായിക്കുമ്പോൾ ഈ അഖ്ബർന എന്നുള്ളിടത്തൊക്കെ നമ്മുടെ കിതാബിൽ അനാന്നുണ്ടാകുക. ഇത് അഖ്ബർന നമ്മൾ വായിക്കണം കേട്ടോ. ഈ ബുഖാരി വായിക്കുമ്പോൾ അങ്ങനെയുള്ള ബുഖാരിയിൽ പഴയ കിതാബിലൊക്കെ സനാന്നേ ഉണ്ടാവുള്ളൂ, വായിക്കേണ്ടത് ഹദ്ദസനാന്നാണ്. അപ്പം നമ്മൾ ഇവിടെ കാണുന്നിടത്ത് അനാന്ന് കാണുന്നിടത്തൊക്കെ അഖ്ബർന എന്ന് വായിക്കുക, ഞാന്ന് കാണുന്നത് അഖ്ബർന എന്ന് വായിക്കണം കേട്ടോ. ഒന്ന് വായിച്ചു പോവുക, അർത്ഥമാക്കാനൊന്നുമില്ല, നമ്മൾ വായിച്ചു പോവുക. അപ്പോൾ أخبرنا الشيخ أبو الفتح عبد الملك بن أبي القاسم عبد الله بن أبي سهل الهروي الكروخي في العشر الأول من ذي الهجة سنة 547 47 و500 بمكة شرفها الله وأنا أسمع. قال أخبرنا القاضي عن القاضي نلا أخبرنا القاضي الزاهد أبو عامر محمود بن القاسم بن محمد الأزدي رحمه الله قراءة عليه أنا أسمع في ربيع الأول من سنة 82 و400. قال الكروخي وأخبرنا الشيخ أبو نصر عبد العزيز بن محمد بن علي بن إبراهيم الترياقي والشيخ أبو بكر بن أحمد بن عبد الصمد بن أبي الفضيل بن أبي حامد بن غورجي واوين ضم سكونات غورجي رحمه الله قراءة عليه وأنا أسمع في ربيع الآخر من سنة 81 400. قالوا أخبرنا أبو محمد عبد الجبار بن محمد بن عبد الله بن أبي الجراح الجراحي المروزي المربزاني قراءة عليه أخبرنا أبو العباس محمد بن أحمد بن محمود بن فضيل المحبوبي المروزي فأقر به الشيخ الثقة الأمين. أخبرنا أبو عيسى محمد بن عيسى بن ثورة بن موسى الترمذي الحافظ قال أبواب الطهارة عن رسول الله صلى الله عليه وسلم باب ما جاء لا تقبل صلاة بغير طهور. പഴയ കിതാബ് അബുവാബ് ത്വഹാറത്ത് എന്നാണ്. അബുവാബ് ത്വഹാറത്ത് നമ്മളല്ലോ കിതാബ് ത്വഹാറത്ത്. ഇപ്പം നുസ്ഖകൾ വ്യത്യാസമുണ്ട്. അബുവാബ് ത്വഹാറത്താണ് ത്വഹാറത്തിൻ്റെ പാഠങ്ങൾ, ബാബുകൾ. കുറേ ഫസൽ കൂടിയതാണ് ഒരു ബാബ്, കുറേ ബാബ് കൂടിയതാണ് കിതാബ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ പഴയ കിതാബ് ബർക്കത്തിന് വായിച്ചു എന്ന് മാത്രം. നമുക്ക് ഇന്നത്തെ പാഠഭാഗം വായിക്കാം. കിതാബ് ത്വഹാറത്തി നമ്മളെ കിതാബിൽ നമുക്ക് കയ്യിലുള്ള കിതാബ് നിങ്ങൾക്ക് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നമ്മൾ അയച്ചു തന്ന, കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തന്ന കിതാബുണ്ടല്ലോ, അതിലുള്ള 12ാമത്തെ പേജ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബ് ത്വഹാറത്തി, ശുദ്ധീകരണത്തിൻ്റെ കിതാബ്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1ാമത്തെ അധ്യായം. എന്താണ്? ബാബു മാ ജാഅ ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. ബാബു മാ 1ന്റെ പാഠം, ജാഅ വന്ന 1ന്റെ പാഠം, ഒരു ഹദീസിന്റെ പാഠം. ലാ തുഖ്ബലു സ്വലാത്തുൻ നിസ്കാരം സ്വീകരിക്കൂല, നിസ്കാരം കബൂലാവൂല. ബിഗൈരി തുഹൂരിൻ ശുദ്ധില്ലാതെ, ഒന്നില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. പണ്ട് തമാശ പറഞ്ഞില്ലേ, നിസ്കരിക്കുമ്പോൾ ഒരാൾ ലാസ്റ്റ് റക്കാത്തിൽ കൂടിയിരിക്കുകയാണ്, അത്തയ്യാത്തിൽ വണ്ടി വന്ന് കുത്തിരിക്കണത്. അപ്പോൾ ഉസ്താദ് നിസ്കാരം കണ്ട് ചോദിച്ചു, അല്ല ഇന്ന് നേരത്തെ വന്നോടെ, നിങ്ങളെന്താ അങ്ങനെ അത്തയ്യാത്തിൽ എത്തിക്കണത്, ലാസ്റ്റ് റക്കാത്തിൽ എത്തിയത് നേരത്തെ വരണ്ടേ ചോദിച്ചേ. അപ്പോൾ വന്നാൾ പറഞ്ഞത്രേ, ഉസ്താദ് ഞാൻ ഒന്നുണ്ടാക്കാതെ വന്നുകൊണ്ടാണ് ലാസ്റ്റ് റക്കാത്തിന് കിട്ടിയത്, ഒന്നുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അത്തയ്യാത്തിനെ കിട്ടൂലാറും എന്നതുപോലെ പറ്റൂലല്ലോ.
അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഒന്നില്ലാതെ നിസ്കാരമില്ല. ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരി. എന്നിട്ട് ഹദീസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ വായിച്ച് ഇങ്ങനെ പോകുന്നില്ല സനത്, പഴയ കിതാബിൽ ആ സനത് ഇങ്ങനെ വായിച്ചു പോന്നിട്ട് അവിടെ പറയുന്നില്ല നിങ്ങൾ അങ്ങനെ വായിച്ചു വന്നിട്ട് അവിടെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, ബാബു മാജാ ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരി. അതിന് മുമ്പ് ഇങ്ങനെ ആ പറഞ്ഞ കുറേ ഉസ്താദുമാരുടെ പേര് ഇങ്ങനെ കണക്ഷനാണ്. നമ്മളെ കിതാബിൽ 1 കൊടുത്തൊന്നും അതിലുണ്ടാവില്ല. പഴയ കിതാബിൽ പേര് പാഠം 1, കിതാബ് 1 ഒന്നും ഹദീസിന് നമ്പറൊന്നും ഇല്ല പഴയ കിതാബിലെ. ഇപ്പോഴാണ് അതൊക്കെ നമ്പർ ഇട്ടത്. ഇനി പുതിയൊരു അധ്യായം വരുമ്പോൾ ഇപ്പോൾ സമസ്തൻ്റെ പുസ്തകങ്ങളൊക്കെ മദ്രസയിൽ മാറിയില്ലേ, QR കോഡും പല സിസ്റ്റങ്ങളും വന്നില്ലേ. അപ്പോൾ അങ്ങനെ പുതിയ കിതാബുകൾ വരുമ്പോൾ അസിൽ നിലനിർത്തിക്കൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തും. ഈ നമ്പറൊന്നും പഴയ കിതാബിൽ ഉണ്ടാവില്ല. വായിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. പഴയ ഒരു ഉറുദു സ്റ്റൈലിലുള്ള ഖത്തുറുക്ക എന്ന് പറയാൻ വയ്യ, പഴയ ഒരു ഉറുദു സ്റ്റൈലിലുള്ള എഴുത്തും. പിന്നെ അപ്പോൾ അത് പ്രകാരം നമുക്കൊന്ന് വായിച്ചു നോക്കാം. حدثنا قتيبة بن سعيد قال حدثنا أبو عوانة عن سماك بن حرب وحدثنا هناد حدثنا وكيع عن إسرائيل عن سماك عن مصعب بن سعد عن ابن عمر عن النبي صلى الله عليه وسلم رضي الله عنه. സ്വഹാബത്തിന്റെ മുഹദ്ദിസീങ്ങളുടെ വലിയ മഹാന്മാർ ഓരോരുത്തരുടെ പേരും തർദീയത്തിലാണ്. റളിയല്ലാഹു അൻഹും ഖാൽ, മുത്തുനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ വലാ സദഖത്തുൻ മിൻ ഗുലൂലിൻ. قال هناد في حديثه إلا بطهور. قال أبو عيسى هذا الحديث أصح شيء في هذا الباب وأحسن. وفي الباب عن أبي المليه عن أبيه وأبي هريرة وأنس وأبي المليه بن أسامة اسمه عامر ويقال زيد بن أسامة بن عمير الهذلي. എന്താണ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസന ഖുതൈബത്ത് ബിൻ സഈദ്, നമ്മളോട് ഖുതൈബ എന്നവർ ഹദീസ് പറഞ്ഞു. പിന്നെ കാലല്ലെങ്കിലും കാല ഹദ്ദസന എന്ന് വായിക്കണം, നല്ലതാ. കാരണം കാല ഖുതൈബ എന്നൊരു പറയാണ്, ഹദ്ദസന നമ്മളോട് ഹദീസ് പറഞ്ഞു അബൂ അവാന എന്നവർ. ഇപ്പൊ മൊത്തം എന്ത് മനസ്സിലായി? തുർമുദി ഇമാം ശിഷ്യൻ, അവിടുത്തെ ഉസ്താദ് ഖുതൈബ എന്നവർ. അപ്പൊ തുർമുദി ഇമാമിന്റെ ഉസ്താദാണ് ഖുതൈബ എന്നവർ. ഖുതൈബാന്റെ ഉസ്താദാണ് അബൂ അവാന എന്നവർ. അബൂ അവാന്റെ ഉസ്താദാണ് സിമാക്ക് എന്നവർ റളിയല്ലാഹു അൻഹു. പിന്നെ ഹ എന്ന് പറഞ്ഞ തഹവീൽ, സനദ് മാറുകയാണ്, ഒരു സനദിൽ നിന്ന് മറ്റൊരു സനദിലേക്ക് പോവുകയാണ്. അപ്പൊ ഹദ്ദസന ഹന്നാദ്, ഹന്നാദ് ഉള്ളതാണ് അടുത്തൊരു ഉസ്താദ്. അവിടുത്തെ ഉസ്താദ് വക്കീഅ എന്നവർ, അവിടുത്തെ ഉസ്താദ് ഇസ്രായേൽ എന്നവർ, അവിടുത്തെ ഉസ്താദ് സിമാക്ക് എന്നവർ, അവിടുത്തെ ഉസ്താദ് മുസ്അബ് ബിൻ സഅദ് എന്നവർ, അവിടുത്തെ ഉസ്താദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വഅൻഹും അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാനം ഉസ്താദുമാരുടെ എണ്ണിയില്ലേ. അവിടുന്ന് പറയാണ് ഹദീസ്. എന്താ ഹദീസ് മുത്തുനബി പറഞ്ഞത്? ഇപ്പത്തെ നേരം വായിച്ചതൊക്കെ സനദാണ്. ഇനി പറയണതിന്റെ പേരാണ് മത്തിന്. ഉസ്താദുമാരെ അവരുടെ ഉസ്താദുമാര്, അവർക്കാണ് ആ പരമ്പരക്കാണ് സനദ് എന്ന് പറയാം, ആ ചെങ്ങലക്കാണ് സനദ് എന്ന് പറയാം. മത്തിനെന്താണ്? മത്തിന് അറിഞ്ഞത് ഇതാണ്, ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരി. ഇതാണ് മത്തിന്. അതിന്റെ അർത്ഥം എന്താ? ഇതാണ് മെസ്സേജ്. ലാ തുഖബലു സ്വീകരിക്കൂല, സ്വലാത്തുൻ ഒരു നിസ്കാരവും സ്വീകരിക്കൂല, ബിഗൈരി തുഹൂരിൻ ഒന്നുമില്ലാതെ, ശുദ്ധിയില്ലാതെ നിസ്കാരം സ്വീകരിക്കൂല. വലാ സ്വതക്കത്തുൻ സ്വതക്കയും സ്വീകരിക്കൂല, സക്കാത്തും സ്വീകരിക്കൂല, മിൻ ഗുലൂലിൻ ചതി നടത്തിയ പൈസ കൊണ്ട് കിട്ടും. ഗുലൂല ചതി, വഞ്ചന നടത്തി കട്ടെടുത്തു, ഇങ്ങനെയൊക്കെ എടുത്ത ആ പൈസ കൊണ്ട് കൊടുക്കുക. 1 ലക്ഷം കട്ടെടുക്കുക, എന്നിട്ട് അതിന് 10,000 പള്ളി കൊണ്ടേ കൊടുക്കുക. പറ്റൂലെന്ന്, അത് പാടില്ല. സനദിന്റെ ഹദീസിന്റെ അർത്ഥം മനസ്സിലായല്ലോ. 2 പോയിന്റാണ്. ഒന്ന്, നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുദു വേണം. രണ്ടാമത്, സത്യസന്ധമായ പണത്തിൽ നിന്നാണ് സ്വതക്കയും സക്കാത്തും കൊടുക്കേണ്ടത്. അതവിടെ കഴിഞ്ഞു. കാല ഹന്നാദുൻ ഫി ഹദീസ്, വലിയ മഹാനാണ്, ഹദീസ് പണ്ഡിതനാണ് ഹന്നാദ് റളിയല്ലാഹു അൻഹു. അവര് പറയാണ്, ഈ ഹദീസിൽ മൂപ്പര് പറയണത് ഇങ്ങനെയാണ്, ഇല്ലാബി തുഹൂരി എന്ന. എന്താ ഇല്ലാബി തുഹൂരി എന്ന് പറഞ്ഞാൽ? തൊട്ട് മുമ്പ് ഗൈർ എന്ന് പറഞ്ഞില്ലേ, ബി ഗൈരി തുഹൂരി എന്ന് പറഞ്ഞാൽ ഗൈറിന്റെ ഭാഗത്ത് ഈ റിപ്പോർട്ട് പറഞ്ഞ ഇല്ലയാണുള്ളത്. മുമ്പ് എന്താ പറഞ്ഞത്? ബി ഗൈരി തുഹൂരിൻ. ഇവിടെ ഇല്ലാബി തുഹൂരിൻ, ഗൈരി തുഹൂരിൻ ഇല്ലാ ബി തുഹൂരിൻ. അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ്. ഒരിടത്ത് ഗൈറായി, ഇവിടെ ഇല്ലയായി. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്, ലഫ്ള് വ്യത്യാസമുണ്ട്. അതവിടെ കഴിഞ്ഞു. ഇനി കാല അബൂ ഐസ. ഈ അബൂ ഐസ എന്ന് പറഞ്ഞാൽ തുർമുദി ഇമാമിന്റെ പേരാണ്. ക്ലാസിന്റെ അവസാനം ഇമാമിനെ പറ്റിയും ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കാം. കാല അബൂ ഐസ, തുർമുദി ഇമാമ് പറഞ്ഞു,
അബൂ ഈസ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം തുർമുദിമാമാണ് എന്ന്. കാല അബൂ ഈസ തുർമുദിമാ പറഞ്ഞു ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഇപ്പം നമ്മൾ ഊതിയ ഹദീസ് ഉണ്ടല്ലോ, ഇതേ അസഹു ഷൈഇൻ, ഹദീസിൽ നിന്ന് ഏറ്റവും സഹിഹായതാണ്. ഫി ഹാദിൽ ബാബി, ഇപ്പാടത്തിൽ അഹ്സൻ, ഏറ്റവും മെച്ചമായതാണ്. ഇനി ഹദീസിൽ കുറേ സനദിൽ കുറേ പേരുകൾ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി നമുക്കൊന്ന് പറയാം. ഇതൊക്കെ ആരാണ്. വഫിൽ ബാബി, ഇപ്പാടത്തിലുണ്ട്, ഈ അധ്യായത്തിലുണ്ട് അൻ അബിൽ മലീഹി, അബിൽ മലീഹി എന്നൊരു പേര് പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടോ നോക്കിയാൽ കാണി, അബിൽ മലീഹി വന്നിക്കണമെന്ന്. അബിൽ മുലൈഹ്, അബിൽ മലീഹ് അവിടെ വന്നിട്ടില്ല. ഈ അധ്യായത്തിൽ അവരെ തൊട്ടും ഹദീസ് വേറെ കിതാബിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയണത്. വഫിൽ ബാബി, ഈ പാഠത്തിൽ ഇതേ വിഷയത്തിൽ അൻ അബിൽ മലീഹിം, അവരെ തൊട്ടും ഹദീസ് വന്നിട്ടുണ്ട്. അൻ അബീഹി വൻ അബീ ഹുറൈറ വാനസൻ, ആ സനദിലും വന്നിട്ടുണ്ട്. ഈ അബൂ മലീഹ് ആരാണ്? അതാരാണോ ശരിക്കും വെച്ചാൽ ഫുള്ള് പറയുകയാണെങ്കിൽ അബുൽ മലീഹിബിന് ഉസാമ, അതാണ് ഇപ്പോൾ ഈ യഥാർത്ഥ അബൂ മലീഹ്, അബുൽ മുലൈഹ് അല്ലെങ്കിൽ അബുൽ മലീഹ്. ഉസാമൻ്റെ മകൻ അബുൽ മലീഹ് എന്നവർ. ഇസ്മുഹു, അവരുടെ ശരിക്കും പേര് ആമിർ എന്നാണ് ശരിക്കും ആരുടെ പേര്? അബുൽ മലീഹിൻ്റെ പേര് ആമിർ. അപ്പോൾ നമ്മൾ ഹദീസിൽ വന്നു നോക്കാം, നിങ്ങൾ കുത്തൈബ ഹമ്മാദ് ആമിർ വന്നപ്പോൾ ഇല്ല, ആമിർ വന്നിട്ടില്ല. അപ്പോൾ വേറെ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഓലെങ്ങനെ പറയപ്പെടാറുണ്ട്, സെയ്ദ് ബിൻ ഉസാമത്ത് ബിൻ ഉമേർ അൽ ഹുദലി എന്നും പറയാം. അപ്പോൾ ശരിക്ക് അബുൽ മുലൈഹ് എന്ന് പറഞ്ഞാൽ അതാരാണ്? ആമിറാണ്. ശരിക്കും അവരെ പറയപ്പെടൽ ഉപയോഗിക്കൽ സെയ്ദ് എന്നാണ്. അപ്പോൾ പേര് 2-3 കോലത്തിലൊക്കെ ഉണ്ടല്ലോ അല്ലേ, 3-4 കോലത്തിൽ പേരുണ്ട്. അൽഫിലൊക്കെ പഠിച്ച 3 പേരാ. ഏത് പേരാ? ഇസ്മി അയ്യനിൽ മുസമ്മ മുത്ലക അലമഹു ക ജഅഫരിൻ വഖിർനിക, പിന്നെന്താ അബൻ അഖൻ ഹമൻ ഹന അല്ല വസ്മൻ അതാവ കുഞ്ഞതൻ വലഖബ വഅഖിറൻ ദാ ഇൻസിവാഹു സാഹിബ. അലമിൻ്റെ പാഠത്തിലുള്ള അൽഫിയുടെ 2 ബൈത്താണ് പാടിയത്. അതിൻ്റെ അർത്ഥം ഇസ്മ 3 വിധമുണ്ട്. ഇസ്മ അലമ് 3 വിധമുണ്ട്. ഇസ്മ അലമ്, ലഖബ് അലമ്, കുഞ്ഞത്തലം. ഇസ്മ അലമ് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മ നമുക്കിട്ട പേര്, മുഹമ്മദ് സുഹൈൽ എന്നുള്ള പേര് നമ്മളെ അമ്മട്ട പേരാണ്, ഉപ്പട്ട പേരാണ്. അതിൻ്റെ പേരാണ് ഇസ്മ അലം എന്ന് പറയാൻ. പിന്നെ കുഞ്ഞത്തലമ് പറഞ്ഞാൽ അബും ഉമ്മും കൂട്ടി വിളിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ കുട്ടിയുടെ പേര് സ്വാലിഹാണ്, അപ്പോൾ എൻ്റെ പേര് അബു സ്വാലിഹ്, മനസ്സിലായോ? ഉമ്മു സ്വാലിഹ്, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക. ഈ അബും ഉമ്മും കൂട്ടിന് കുഞ്ഞത്തലബ് എന്നാണ് പറയാം. അപ്പോൾ ഇസ്മലമ് പഠിച്ചു, കുഞ്ഞത്തലബ്. ഇനി ലഖബലമാണ് ഇരട്ടപ്പേര്. ഇരട്ടപ്പേര് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ പുകഴ്ത്തിയിട്ടുള്ള പേരുകളൊക്കെ, അഥവാ ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ, ഗൗസുൽ ആലം, സുൽത്താനുൽ വാഇലീൻ, ഇങ്ങനെയുള്ള ഓരോ പേരുകൾ ലഖബ്. പിന്നെ ഇന്ന് പേര് നമ്മൾ കുഞ്ഞുട്ടി, കുഞ്ഞാപ്പുട്ടി എന്നത് അതിൽ പെടൂല എന്നാ ഉസ്താദ്മാർ പറയല്. പെടലുണ്ടോ? പറയ്. പിന്നെന്താ നോക്കാം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് നമുക്കുള്ളതിലുള്ള മെസ്സേജ് ഇപ്പം എന്താണ്? ഹദീസ് അവിടെ വായിച്ചു കഴിഞ്ഞു അല്ലേ, മൊത്തം വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിന്നത്തെ സനദ് ആശയത്തെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മളൊന്ന് പഠിച്ച പോയിന്റ് ഇപ്പം എന്താണ്? ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരി, ഒതുല്ലാതെ നിസ്കാരം സ്വീകരിക്കൂല. അപ്പോൾ ഒതു നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ 5 ഷർത്തിൽപ്പെട്ട ഒരു ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുക എന്നുള്ളത്, മനസ്സിലായല്ലോ? പിന്നെ അപ്പോൾ ഒന്നുമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. ഇപ്പം നമ്മൾ ഫത്തുഹുൽ മുഈനൊക്കെ യഹ്റുമു ബിൽ ഹദസി സ്വലാത്തൻ വതവാഫൻ വസുജൂദൻ വഹംലി മുസ്ഹഫൻ വമാ കുത്തിബ ലിദർസി ഖുർആൻ പഠിച്ചില്ല നമ്മൾ. ഒന്നുമില്ലാത്ത ആൾക്ക് നിസ്കാരം ഹറാമാണ്, തവാഫ് ഹറാമാണ്, സുജൂദ് ഹറാമാണ്, മുസ്ഹഫ് തൊടാനൊന്നും പാടില്ല, ഹറാമാണെന്ന് ഫത്തുൽ മുഈനിൽ പഠിച്ചില്ലേ, ഫിഖിൻ്റെ കിതാബിൽ പഠിച്ചില്ലേ, മനസ്സിലാക്കുക. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ അവിടെ മനസ്സിലാക്കാനുള്ളത്, ഈ സനദിലെ ഓരോ മഹാന്മാരും വലിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. ഓരോ ആളുകളും യുഗപുരുഷന്മാർ. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് വഖ്തലഫി ഫി സ്വലാത്തിൽ ജനാസത്തി, അതുപോലെ തന്നെ ചില ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒളു വേണ്ട, ഓത്തിൻ്റെ സുജൂദിന് ഒളു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഷാഫി മദ്ഹബിലൊന്നും പ്രബലമല്ല. അത് ഏതോ ഒരു അഭിപ്രായമാണ്, ഷറഹിൽ കാണുന്നുണ്ട്, നമുക്കൊന്നും പറ്റില്ല.
അപ്പോൾ കാരണം എന്താ പറയുക, അമ്മൽ ഇമാം ഷാഫിഇയ്യു ഫലൈസ ബിഖാഇലിൻ ബിമാ ഖാലു, ഈ പറഞ്ഞൊന്നും ഷാഫി ഇമാമിന്റെ അഭിപ്രായമല്ല. എന്ത് ഒന്നില്ലാതെ മയ്യിത്ത് നിസ്കരിക്കുക ഒന്നും പറ്റൂല എന്നാ മനസ്സിലായോ? അപ്പോൾ ഷാഫി ഇമാം പറയണത് എന്താണ്, ഇതെന്താണ്, ദുആ നിർവഹിക്കുക, പിന്നെ ഇബാദത്തിനൊക്കെ എന്ത് വേണം, മയ്യിത്ത് നിസ്കാരത്തിനും മറ്റിനൊക്കെ വുളൂ വേണം എന്ന് തന്നെയാണ് ഷാഫി ഇമാം പറയുന്നത്. ചില ഇമാമിങ്ങളൊക്കെ എന്ത് പറയുന്നുണ്ട്, വേണ്ട ആവശ്യമില്ല എന്ന്. അമ്മ സഖത്ത് തിലാവ ഫഖാല ശഅബിയു വൽ ബുഖാരിയു, അവർ പറയുന്നത് അവർ രണ്ടാളുടെ അഭിപ്രായം വുളൂ ആവശ്യമില്ല എന്നാണ്. വുളൂ ഇല്ലാതെ തന്നെ സുജൂദ് ചെയ്തു എന്ന ഹദീസൊക്കെ പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് കാണാൻ പറ്റും. കാന ഇബ്നു ഉമർ യസ്ജുദു അലാ വുളൂഇഹി അല അങ്ങനെ റിപ്പോർട്ടുണ്ട്, അല ഗൈരി വുളൂഇ അങ്ങനെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷാഫി മദ്ഹബിൽ പ്രബലം വുളൂ വേണം കേട്ടോ. പിന്നെ വലാ സ്വതക്കത്തുൻ, സ്വതക്ക കൊടുക്കാൻ പാടില്ല, മിൻ ഉലൂലിൻ ചതി നടത്തിയ പൈസ. അർത്ഥം മനസ്സിലായല്ലോ. ലാ തുഖ്ബലു സ്വലാത്തുൻ, ഒരാളെ നിസ്കാരം സ്വീകരിക്കൂല ബി ഗൈരി തുഹൂരിൻ, വുളൂ ഇല്ലാതെ. വലാ സ്വതക്കത്തുൻ, സ്വതക്കയും സ്വീകരിക്കൂല മിൻ ഉലൂലിൻ ചതി നടത്തിയ പൈസ കൊണ്ട്. ഉലൂലാണ് ചതി, വഞ്ചനാണ്. അപ്പോൾ കട്ട് കിട്ടിയ പൈസ അതുകൊണ്ട് സദക്ക കൊടുക്കാൻ പറ്റൂല, ആ പൈസ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. 1,00,000 കട്ടെടുക്കുക, 16 രൂപ പള്ളി കൊടുക്കുക, പറ്റൂല. അത് പണി ഇസ്ലാമിലില്ല. പിന്നെ ഇപ്പോൾ അവിടെ കാലഹന്നാദ് ഫി ഹദീസ് പറഞ്ഞല്ലോ അല്ലേ, അതുകൊണ്ടൊരു ഈ ക്ലാസ്സിൽ ആവർത്തനം വന്നേക്കാം. ഒരു 10-12 മിനിറ്റ് 15 ക്ലാസ് എടുത്തതിന് ശേഷം വേറെ കോള് വന്നു, അപ്പോൾ ഇത് കട്ടായി, പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞു, ഇതിൽ പറഞ്ഞൊരു സഫാ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതാണ് ഇല്ലാബി തൊഹൂര് പറഞ്ഞു നേരത്തെ. ഇല്ലാബി തൊഹൂര് എന്നുള്ളിടത്ത് കാലഹന്നാദ് ഫി ഹദീസ് ഇല്ല വായിച്ചല്ലോ അല്ലേ, ഒക്കെ വായിച്ചു അല്ലേ. മുമ്പത്തെ ഹദീസിൽ പിന്നെ ബി ഗൈരി തൊഹൂർ എന്നാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഇല്ലാബി തൊഹൂർ എന്നാണ് വന്നിരിക്കുന്നത്. ഗൈറും ഇല്ലയ്ക്ക് ഒരർത്ഥം തന്നെയാണ്, ലഫ്ളിൽ വ്യത്യാസമുണ്ട്, മായനൊന്നാണ്, അതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. അല്ലാ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്ലാസ് എടുക്കാം, രണ്ടാമത്തെ പാഠം. ബാബു മാ ജാഅ ഫീ ഫളിൽ തുഹൂരി. ബാബു മാ ജാഅ ഫീ വുളൂഇന്റെ ശ്രേഷ്ഠതയിൽ വിവരിക്കുന്ന പാഠം. ഫളില് ശ്രേഷ്ഠത. ഇനി വുളൂഇന്റെ ബാക്കി വെള്ളം അങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഒപ്പിക്കാം. ഇപ്പോൾ ബാക്കിയാത്തിന് നോട്ട് ബുക്ക് നോക്കിയപ്പോൾ അസർത്ത് അങ്ങനെ പറഞ്ഞതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഫളിലിന് ബാക്കിന്ന് കേട്ടോ. അപ്പോൾ വുളൂഇന്റെ ബാക്കി വെള്ളത്തിൻ്റെ ശ്രേഷ്ഠത, വുളൂ ശുദ്ധീകരണത്തിൻ്റെ ബാക്കി വെള്ളത്തിലുള്ള ശ്രേഷ്ഠത. ഇനി വുളൂവിൻ്റെ ശ്രേഷ്ഠത രണ്ട് നിരക്കും അർത്ഥം നോക്കാം. ഫളിലിന് രണ്ടർത്ഥം ഉണ്ടല്ലോ, ശ്രേഷ്ഠത എന്നും അർത്ഥമുണ്ട്, ബാക്കി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ രണ്ടർത്ഥം വെക്കാം, രണ്ടും കൂടെ ഫിറ്റ് ആകുന്നുണ്ട്. ഹദീസ് വായിച്ചു നോക്കാം നമുക്ക്. حدثنا إسحاق بن موسى الأنصاري حدثنا معن بن عيسى القزاز حدثنا مالك بن أنس وحدثنا قتيبة عن مالك عن سهيل بن أبي صالح عن أبي هريرة قال قال رسول الله صلى الله عليه وسلم إذا تولى العبد المسلم أو المؤمن فغسل وجهه خرجت من وجهه كل خطيئة نظر إليها بعينيه مع الماء أو مع آخر قطر الماء أو نحو هذا وإذا غسل يديه خرجت من يديه كل خطيئة بطشتها يداه مع الماء أو مع آخر قطر الماء حتى يخرج نقيا من الذنوب. قال أبو عيسى هذا حديث حسن صحيح وهو حديث مالك عن سهيل عن أبيه عن أبي هريرة وأبو صالح والد سهيل هو أبو صالح السمان واسمه ذكوان وأبو هريرة اختلف في اسمه فقالوا عبد الشمس وقالوا عبد الله بن عمرو وهكذا قال محمد بن إسماعيل وهو الأصح. قال أبو عيسى وفي الباب عن عثمان بن عفان وثوبان والصنابحي وعمرو بن عبسة وسلمان وعبد الله بن عمرو والصنابحي الذي روى عن أبي بكر الصديق ليس له سماع من رسول الله صلى الله عليه وسلم واسمه عبد الرحمن بن أسيلة ويكنى أبا عبد الله رحل إلى النبي صلى الله عليه وسلم فقبل النبي
വഹുവ ഫി ത്വരീഖ് വഖദ് റവാ അൻ നബി അഹാദീസ് വസനാബിഹി ഇബ്നുൽ അസ്കരി അൽ അഹ്മസി സ്വാഹിബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാൽ ലഹു അസ്സനാഹബി അയ്ദൻ വഇന്നമാ ഹദീസുഹു ഖാല സമിഅതു النبي صلى الله عليه وسلم يقول إني مكاثر بكم الأمم فلا تقتتلن بعدي. പിന്നെ എന്താണ് ഹദീസിന്റെ അർത്ഥം? ബാബിലൊന്ന് പരിശോധിക്കാം. ബാബു മാ ജാഅ ഫി ഫളിൽ തുഹൂരി, വുളുണ്ടാക്കിയതിന്റെ ബാക്കി വെള്ളത്തിന്റെ ശ്രേഷ്ഠത, വുളുഇന്റെ ശ്രേഷ്ഠതയിലുള്ള പാഠം. രണ്ടർത്ഥം വെക്കാം. ഹദ്ദസനാ ഇസ്ഹാഖ് ബിൻ മൂസ, സനദ് നമുക്ക് എളുപ്പമുണ്ട്. തുർമുദി ഇമാമ് പറയാണ് നമ്മളോട് ഇസ്ഹാഖ് എന്നവർ ഹദീസ് പറഞ്ഞെന്നു. അപ്പോൾ തുർമുദി ഇമാമിന്റെ ഉസ്താദാണ് ഇസ്ഹാഖ് എന്നവർ, അവരുടെ ഉസ്താദാണ് മഅീൻ എന്നവർ, അവരുടെ ഉസ്താദാണ് മാലിക് എന്നവർ, അവരുടെ ഉസ്താദാണ് കുത്തൈബ എന്നവർ, അവരുടെ ഉസ്താദാണ് അവിടെ കുത്തൈബ എന്നവരല്ല, അനസ് അവിടെ കഴിഞ്ഞു. പിന്നെ ഹദ്ദസന വേറെ സനദ് തുടങ്ങുക, ഹാ എന്നില്ല അവിടെ തഹ്വീല്, വേറെ ഹദീസ് തുടങ്ങുകയാണ്, വേറെ സനദാണ്. അപ്പോൾ അവരുടെ ഉസ്താദ് കുത്തൈബയാണ്, കുത്തൈബന്റെ ഉസ്താദ് മാലിക് എന്നവർ, അവരുടെ ഉസ്താദ് സുഹൈൽ എന്നവർ, അവരുടെ ഉസ്താദ് അവരുടെ പിതാവ് തന്നെയാണ്. അവരുടെ ഉസ്താദ് സ്വഹാബിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, സ്വഹാബി വര്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ തവല്ല അൽ അബ്ദു, ഒരു മനുഷ്യൻ ഒളുണ്ടാക്കിയാൽ, അൽ മുസ്ലിമു, മുസ്ലിമായ ഒരു മനുഷ്യൻ ഒളുണ്ടാക്കിയാൽ, അവിൽ മുഅ്മിനു, അല്ലെങ്കിൽ മുഅ്മിൻ ഒളുണ്ടാക്കിയാൽ എന്നാണ്. ഔ എന്നുള്ളത് ശക്കുമിന റാവിയാണ്. മുസ്ലിമു എന്നാ പറഞ്ഞത്, മുഅ്മിൻ എന്നാ പറഞ്ഞത്, രണ്ട് സംശയമുണ്ട്. നബി എന്താ പറഞ്ഞത് സംശയമുണ്ട്. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അല്ലെങ്കിൽ ഇദാ തവല്ല അബ്ദുൽ മുഅ്മിനു, സംശയമുണ്ട്, വാക്ക് സംശയമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഒളുണ്ടാക്കി, ഫഗസല വജ്ഹഹു, മുഖം കഴുകി, എന്നാൽ ഖറജത്ത് പുറത്തു പോവും, മിൻ വജ്ഹിഹി, മുഖത്ത് നിന്ന് പുറത്തു പോവും, കുല്ലു ഖത്തിയത്തിന്, എല്ലാ തെറ്റുകളും, നളറ ഇലൈഹ, ആ തെറ്റിലേക്ക് നോക്കിയിട്ടുണ്ട്, നളറ ആ അബ്ദു നോക്കി, ഇലൈഹ ആ തെറ്റിലേക്ക്, ഖത്തിയത്തിലേക്ക്, ബി ഐനൈഹി അവന്റെ കണ്ണുകൊണ്ട്, മഅൽ മായി ആ വെള്ളത്തോടുകൂടെ ആണ് ഒറ്റിപ്പോവും, ഔ മഅ ആഖിരി ഖത്രിൽ മായി വെള്ളത്തിന്റെ അവസാന തുള്ളിയോടുകൂടി, ഖത്ർ എന്ന് പറഞ്ഞാൽ തുള്ളി, ഖത്റുന്നദ കിതാബിന്റെ പേരില്ലേ ഖത്റുന്നദ, അപ്പൊ ഖത്ർ തുള്ളി, ഔ നഹവഹാദ അല്ലെങ്കിൽ ഇതുപോലത്തെ വാക്കാണ് പറഞ്ഞത്. വൈദാ ഗസല യദൈഹി, രണ്ട് കൈകൾ കഴുകിയാൽ, ഖറജത്ത് മിൻ യദൈഹി, രണ്ട് കൈയിൽ നിന്ന് പുറത്തു പോകും, കുല്ലു ഖത്തിയത്തിന്, എല്ലാ തെറ്റുകളും, ബതഷ്തഹ ആ തെറ്റിനെ പിടിച്ചിരിക്കുന്നു, യദാഹ രണ്ട് കൈകൾ, മഅൽമായി വെള്ളത്തോടുകൂടെ കഴുകുന്നതോടുകൂടെ കയ്യിന്റെ തെറ്റുകൾ പൊരുത്തപ്പെടുക. അവ അല്ലെങ്കിൽ ലഫ്ദിൽ ഇങ്ങനെയുള്ളത്, അവ ആഖിരി ഖത്രിൽമായി വെള്ളത്തിന്റെ അവസാന തുള്ളിയോട് കൂടെ കൈ കഴുകുന്നതോടുകൂടെ ഒറ്റി പോകുമ്പോൾ പാപങ്ങളും പുറത്തു പോകും. ഹത്താ അങ്ങനെ പോയി ഏതുവരെ യഖ്റുജ പുറത്തു പോകും, നഖയ്യൻ ശുദ്ധിയാവും, മിനൽ ദുനൂബി തെറ്റിൽ നിന്ന് ശുദ്ധവാനായി അടിപൊളിയായി, തെറ്റ് ചെയ്യാത്തവനെ പോലെ കൈ കഴുകിയ കാല് കഴുകിയ തലയുടെ ഒക്കെ പോലെ ശുദ്ധനായിട്ട് പോകും. പല ഹദീസിൽ വേറെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്, വേറെ റിപ്പോർട്ടിൽ കാണാം. ഇതൊരു മുഖ്തസറായ ഹദീസാണല്ലോ, നീണ്ട ഹദീസൊക്കെ ഈ വിഷയത്തിൽ കാണാം. വൈദാ മസഹർ റഅസ ഖറജത്തു കുല്ലു ഖത്തിയത്തിൻ സമിഅഹ ബി ഉദ്നൈഹി എന്നൊക്കെ ഉണ്ട്. തല തടവിയാലേ, ചെവി തടവിയാലേ അവന് ചെവി കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് പോകുന്ന, അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ ശറയിൽ കാണാൻ പറ്റും. ഈ ഹദീസ് അവിടെ കഴിഞ്ഞു. കാല അബൂ ഈസ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ, ഈ ഹദീസ് ഹസനാണ്, സ്വഹീഹാണ്. വഹുവ ഹദീസു മാലിക് എന്നവരുടെ ഹദീസാണ്. സുഹൈൽ എന്നവരെ തൊട്ട്, അവരുടെ പിതാവിനെ തൊട്ട്, അബൂഹുറൈറ തൊട്ട്, സനദ് പറയട്ടില്ലേ. അബൂ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആരാ? അത് വാലിദ് സുഹൈൽ എന്നവരുടെ ഉപ്പയാണ് അബൂ സ്വാലിഹ്. അബൂ സുഹൈൽ ആവുന്നത് സുഹൈൽ എന്നവരുടെ ഉപ്പയാണ്, വാലിദാണ് ഉപ്പയാണ്. വഹുവ, ഈ വാലിദ് ആരാണ്? പേര് പറഞ്ഞല്ലോ, അത് അബൂ സ്വാലിഹ് സമ്മാൻ എന്നാണ്. വസ്മുഹു, അവരുടെ പേര് ദക്വാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, ഇഖ്തലഫ ഫീ ഇസ്മിഹി, ഇസ്മിന് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖാലു, പലരും പറഞ്ഞിട്ടുണ്ട് പേര് അബ്ദുൽ ഷംസ് എന്നാണ്, ഇസ്ലാമുക്ക് വരുന്നതിന് മുമ്പേ. ഇസ്ലാമുക്ക് വന്നപ്പോഴോ ആലോര് പറഞ്ഞു അബ്ദുല്ലാ ഇബ്നു അംറാണ്. അപ്പോൾ അതെങ്ങനെ കാല മുഹമ്മദ് ഇസ്മായിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാരാണ് മുഹമ്മദ് ഇസ്മായിൽ? ബുഖാരി ഇമാമാണ്. വഹുവൽ അശഹു. കാല അബൂ ഈസ, തുർമുദി ഇമാം പറയാണ്, വഫിൽ ബാബ്, ഇപ്പാടത്തിൽ പല റിപ്പോർട്ടും പല ഹദീസും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെ തൊട്ടൊക്കെ ഉണ്ട്? അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അവരെ തൊട്ടുണ്ട്, സൗബാൻ, സനാബിഹി, അംർ ബിൻ അബസ, സൽമാൻ, അബ്ദുല്ലാഹിബിൻ അംർ, ഇങ്ങനെയൊക്കെ പലരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സനാഹിബിഹി എന്ന് പറഞ്ഞാൽ ആരപ്പത്? അപ്പൊ സനാബിഹി എന്ന് പറഞ്ഞാലേ അല്ലാതെ എങ്ങനത്തെവരാണ്? റവാ, അവർ റിപ്പോർട്ട് ചെയ്തു അൻ അബീബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്.
അല്ലാതെ ലൈസലഹു അദ്ദേഹത്തിന് സമാഅൻ കേട്ടിട്ടില്ല മിൻ റസൂലില്ല, നബിതങ്ങളിൽ നിന്ന് നേരെ ഹദീസ് കേട്ടിട്ടില്ല. ശരിക്കും മൂപ്പരെ പേര് സനാബിഹി എന്ന് പറയുകയാണെങ്കിൽ വസ്മുഹു മൂപ്പരെ പേരാവുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഉസൈലാന്ന. പക്ഷെ മൂപ്പര് അറിയപ്പെട്ടിരുന്നത് വൈക്കന്ന കുഞ്ഞത്തലമായിട്ട് വിളിച്ചിരുന്നു അബാ അബ്ദുല്ല എന്ന് വിളിച്ചിരുന്നു. റഹല മൂപ്പര് യാത്ര പോയി ഇല നബിയെ കാണാൻ വേണ്ടി നബിയിലേക്ക് യാത്ര പോയി. നബിനെ കണ്ടിട്ടില്ല, കാണാൻ പൂതിയായി, നബിനെ കാണാൻ പോയി മദീനത്തേക്ക് പോവുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഫഖുബില നബിയോ, നബി തങ്ങൾ വഫാത്തായി. വഹുവ അപ്പോൾ ഈ സനാബിഹയാവുന്നത്, ഈ സനാബി എന്ന് പറഞ്ഞാലും അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാലും അബു അബ്ദുള്ള ഒക്കെ ഒരാൾ തന്നെയാണല്ലോ. വഹുവ ഇദ്ദേഹമാവുന്നത് ഫിത്തൊരീക്ക് വഴിയിലാണ്. നബി വഫാത്താകുമ്പോൾ യാത്രയുടെ വഴിയിലാണ്, നബിൻ്റെ അടുത്തേക്ക് എത്തിയില്ല. എത്തിയപ്പത്തിന് കബറടക്കി. വഖദ് റവാ മൂപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനി നബി തങ്ങൾ തൊട്ട് പല ഹദീസുകളും. സുനാബിഹയ്യു ഇബ്നുൽ അസ്കർ അൽ അഹ്മസി, അതാരാണ് സുനാബി എന്ന് പറഞ്ഞാൽ? അത് സ്വാഹിബിൻ്റെ നബിൻ്റെ സ്വാഹിബാണ്. യുഖാലുഹു പേര് പറയുന്നിട്ടുണ്ട് അസ്വനാഹബി ഐലൻ എന്നുണ്ട്. അപ്പോൾ സുനാബി രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞമാര് സുനാബി ഇബ്നു ഹുസൈലിൻ്റെ മകനുമുണ്ട്, അസ്കറിൻ്റെ മകനുണ്ട്. അത് വേറെ, ഇത് വേറെ. അപ്പോൾ നബീനെ തൊട്ട് കേട്ടതല്ല ഇദ്ദേഹം, നബിനെ തൊട്ട് കേട്ടത് വേറെയാണ്. നബിനെ കേട്ട് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ്? അത് സുനാബിഹുൽ അസ്ബിനുൽ അസ്കരിയാണ്. ആയസരി സുനാബിഹിബിന് ആയസരി എന്ന ഹദീസ് പണ്ഡിതനാണ് സ്വഹാബി. നബിയെ കണ്ടിട്ടുണ്ട്, അതാണ് സ്വാഹിബിൻ നബി. ഫസ്റ്റ് പറഞ്ഞത് ആരറിയോ? അത് അബൂബക്കറിനെ തൊട്ടാണ് കേട്ടുള്ളത്. നബിനെ കണ്ടിട്ടെന്നല്ല, കാണാൻ വേണ്ടി പോയപ്പോൾ വഴിയിൽ വെച്ച് മുത്തുനബി വഫാത്തായി, ഇദ്ദേഹം വഴിയിലാണ്. പിന്നെ ഇന്നമ ഹദീസഹു കാല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള സമയത്ത് നബിയെ ഞാൻ കേട്ടു തന്നെ പച്ചക്ക് പറഞ്ഞു. അപ്പോൾ അയാൾ കേട്ടിട്ടുണ്ട്. യഖൂലു പറയുമായിരുന്നു ഇന്നി മുക്കാസിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ഇന്നി ഞാൻ മുക്കാസിർ അധികമാകലിനെ ഇഷ്ടപ്പെടുന്നു, ബിക്കോ നിങ്ങളെ കൊണ്ട് അൽ ഉമമ ജനങ്ങൾ ധാരാളം ഉണ്ടാകലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മുക്കാസിർ എന്ന് പറഞ്ഞാൽ കസീറായിക്കൊണ്ട് ഉണ്ടാവൽ എനിക്ക് അഭിമാനമാണ്. നാളെ ഖിയാമത്ത് നാൾ വരുമ്പോൾ ഓരോ നബിൻ്റെ പിന്നിലും ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. മൂസ നബിൻ്റെ, ഈസ നബിൻ്റെ, ഓരോ ഉമ്മത്തും ഓരോ നബിൻ്റെ പിന്നിലുണ്ടാവും. മുഹമ്മദ് നബിൻ്റെ പിന്നിൽ കോടികൾ, എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുണ്ടാവും. അപ്പോൾ തോരാരാണ്? മുത്തുനബിൻ്റെ ഉമ്മത്താണ്. അപ്പോൾ നബി പറയാണ് ഇനി ഞാനേ മുക്കാസിറും ബിക്കും അൽ ഉമമ, ഉമ്മത്ത് തോനുണ്ട്, കസീറാണ് എന്ന് കരുതി ഞാൻ അഭിമാനിക്കും. ഇന്നി മുക്കാസിറും ബിക്കും, നിങ്ങളെ കൊണ്ട് അധികമായി ഞാൻ അഭിമാനിക്കും. അൽ ഉമമ, ഉമ്മത്ത് തോനെ മെമ്പർമാർ എനിക്കുണ്ട് എന്ന് കരുതി ഖിയാമത്ത് നാളിൽ ഞാൻ അഹങ്കരിക്കും, അഭിമാനിക്കും. അഹങ്കരിക്കും എന്ന് പറഞ്ഞാൽ അഭിമാനിക്കും, സന്തോഷമാവും. ഫലാ തഖ്തതലുന്ന, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യണ്ട, കുത്തിമരിക്കണ്ട. ബാദി, എൻ്റെ ശേഷം ആരും മരിക്കാൻ നിൽക്കണ്ട. തോന ആളുകളെ കാണുന്ന വെച്ചാൽ അവിടെ ആഖിറത്തിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സബക്ക് 2 ബാബ് എടുത്തു. നാളെ 3-ാമത്തെ ബാബ്. ഈ 2 ബാബിലും ഓരോ ഹദീസേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്, കിതാബിനെ പറ്റിയൊന്ന് പറയുകയാണെങ്കിൽ നോട്ട് ബുക്ക് എടുക്കുക, ഒന്ന് എഴുതുക. 1-ാമത്തെ ചോദ്യം, കിതാബിൻ്റെ പേര് എന്താണ്? എല്ലാവരും എഴുതിക്കോളും. 1-ാമത്തെ ചോദ്യം, കിതാബിൻ്റെ പേര് എന്താണ്? 1-ാമത്തെ ചോദ്യം. ഉത്തരം, കിതാബിൻ്റെ പേര് ജാമിഉ തുർമുദി എന്നാണ്. ഗ്രന്ഥകർത്താവിലേക്ക് ചേർത്തി ജാമിഉ തുർമുദി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്നാൽ സുനനു തുർമുദി എന്നും ഉപയോഗിക്കാറുണ്ട്. 2-ാമത്തെ ചോദ്യം എഴുതിക്കോളി. രചയിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം, അൽ ആലിമുൽ അല്ലാമ അഷേഖ് അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ ബിൻ സൗറത്ത ഇബിന് മൂസ ഇബിന് ലഹാഖ് തുർമുദി ഷാഫി റളിയല്ലാഹു. ഇതാണ് പേര്. 3, രചയിതാവിൻ്റെ ചരിത്രം വിവരിക്കുക. നോട്ട് ബുക്കിൽ എഴുതിക്കോളൂ. നിങ്ങൾ ആശയത്തിൽ എഴുതിയാൽ മതി, ഞാൻ പറയാം. ചോദ്യം എന്താണ്? 3-ാമത്തെ ചോദ്യം, മുസന്നിഫിൻ്റെ ചരിത്രം വിവരിക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് വരും കേട്ടോ, ഓർമ്മയുള്ളതുകൊണ്ട് എഴുതിയാൽ മതി. ഉത്തര ഇറാനിലെ ജയ്ഹൂൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് എന്ത്? ജയ്ഹൂൻ. ഉത്തര ഇറാനിലെ ജയ്ഹൂൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തിർമുദ് എന്നത്. ക്രിസ്താബ്ദം 690 മൂസ ബിൻ അബ്ദുല്ലാഹിബിന് ഇബിന് ഖാൻ ഇത് കീഴടക്കി. അതാണ് ഈ തിർമുദ്.
തിർമുദി, തുർമുദി, തർമുദി ഇങ്ങനെയൊക്കെ വായിക്കാം കേട്ടോ. ഇപ്പോൾ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സമാഹരിച്ച ഹദീസ് കിതാബ് പ്രബലമായ 6 കിതാബിൽ 4-ാം സ്ഥാനമാണുള്ളത്. 1 ബുഖാരി, 2 മുസ്ലിം, 3 അബൂദാവൂദ്, 4 തുർമുദി, 5 നസായി, 6 ഇബ്നു മാജ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. പഠിക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഓർഡർ തെറ്റി പറഞ്ഞവരുണ്ട്. കൂടുതലും ബാക്കിയാത്തിലെ ഉസ്താദുമാർ ഈ ഓർഡറിലാണ് പറയാറുള്ളത്. ചില കിതാബിൽ വേറെ ഓർഡറിൽ കണ്ടു, കുഴപ്പമില്ല. 3-ാം സ്ഥാനം തുർമുദിയാക്കി, 4-ാം സ്ഥാനം അബൂദാവൂദ്, കുഴപ്പമില്ല. നമ്മൾ ഉസ്താദുമാർ പഠിപ്പിച്ചെന്നത് നിങ്ങൾക്കും പറഞ്ഞു തന്നു. ഓക്കെ, ഇങ്ങനെയുള്ളത്. മൊത്തത്തിൽ 4051 ഹദീസാണ് ഇതിലുള്ളത്. ഇപ്പോൾ തുർമുദിൽ എത്ര ഹദീസുണ്ട്? 4051 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇമാം തുർമുദിയുടെയും ഇടയിൽ 3 ഉസ്താദുമാർ മാത്രമുള്ള ഹദീസുകൾ ആകെ ഒറ്റ ഹദീസാണ് ഈ കിതാബിലുള്ളത്. അതിൻ്റെ പേരാണ് സുലാസി. അപ്പോൾ സുലാസിയായ ഒരു ഹദീസാണ് ഇതിലുള്ളത്. മനസ്സിലായോ? മാത്രമല്ല ഈ കിതാബിനെ സംബന്ധിച്ച് ഇതിലൊരു പല വ്യാഖ്യാനങ്ങളും കിട്ടില്ല. എൻ്റെ കയ്യിൽ അൽ ഉർഫു ശദ്ദി ഒരു കിതാബുണ്ട്. അതിൻ്റെ ബഹുമാനപ്പെട്ട അൻവർ ഷാ കാശ്മീരിൻ്റെ കിതാബാണ്. അതിൻ്റെ 24-ാമത്തെ പേജിൽ കാണുന്നുണ്ട്, ഫി ഫളാഇൽ ജാമിഉ തുർമുദി അൽ ഹാഫിദ് ദഹബി ഫി തദ്കിറത്തുൽ ഹുഫാദ്. ഇമാം ദഹബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഹുഫാദ് എന്ന കിതാബിൽ പറയാണ്, പിന്നെ സന്നഫ്തു ഹാദൽ കിതാബ ഫഅറൽതുഹു അല ഉലമാഇൽ ഹിജാസ് ഫറളൂ ബിഹി വഅറൽതുഹു അല ഉലമാഇൽ ഇറാഖ് ഫറളൂ ബിഹി വഅറൽതുഹു അല ഉലമാഇ ഖുറാസാൻ ഫറളൂ ബിഹി. ഈ കിതാബ് ഞാൻ പിന്നെ ഹിജാസ്, ഇറാഖ്, ഖുറാസാൻ ഇങ്ങനെ പല നാട്ടിലുള്ള വലിയ ആലിമീങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവരെല്ലാം ഫറളൂ ബിഹി, അവരൊക്കെ ഇത് കണ്ട് തൃപ്തിയായി, സന്തോഷമായി. മനസ്സിലായല്ലോ? വലിയ റാഹത്തായി. അതേ ഭാഗത്ത് തന്നെ കാണാം ഒരുപാട് ഈ കിതാബിൻ്റെ രചയിതാവിൻ്റെ മഹത്വങ്ങളെ പരന്ന് പറയാനുണ്ടല്ലേ, ഒരുപാട് പറയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ തുർമുദി ഇമാമിൻ്റെ മഹത്വമുള്ള ചോദിച്ചല്ലേ ചോദ്യം. ബഹുമാനപ്പെട്ട മുഴുവൻ പേര് നമ്മൾ പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ടവർ തുർമുദി എന്ന സ്ഥലത്ത് ബൂഗ് എന്നൊരു സ്ഥലമുണ്ട്. തുർമുദി ബൂഗ്. ആ സ്ഥലത്ത് ബൂഗിൽ ഹിജറ 209 ജനിക്കുന്നത്. അപ്പോൾ മൂപ്പരെ പേര് ബൂഗിയ്യ് എന്നും വിളിക്കാറുണ്ട്. വലിയ ഉസ്താദുമാരുണ്ട് മൂപ്പർക്ക്. തുർമുദി ഇമാമിൻ്റെ ഉസ്താദാണ് ബുഖാരി ഇമാം. തുർമുദി ഇമാമിൻ്റെ ഉസ്താദാണ് മുസ്ലിം ഇമാം. തുർമുദി ഇമാമിൻ്റെ ഉസ്താദാണ് ഹസൻ ബിൻ മുഹമ്മദ്. പ്രഗത്ഭര ഉസ്താദുമാരുണ്ട്. മനസ്സിലായോ? ഉസ്താദുമാരുണ്ട്. ഇതിൽ ഉസ്താദുമാരുടെ എല്ലാ ഹദീസൊന്നും തുർമുദിയില്ല. അപ്പോൾ മുസ്ലിം ഇമാമിൻ്റെ അടുത്തുനിന്ന് കുറേ ഹദീസ് പഠിച്ചുകൊണ്ട് തുർമുദി ഇമാം. എന്നിട്ട് തുർമുദിയിൽ ആ ഒറ്റ ഹദീസേ എഴുതിയിട്ടുള്ളൂ. ഏത് ഹദീസ്? ബുഖാരിയിൽ നിന്ന് തുർമുദി ഇമാമിൽ നിന്ന്, തുർമുദി ഇമാം മുസ്ലിം ഇമാമിൽ നിന്ന് കുറേ ഹദീസ് പഠിച്ചുക്കണം. അത് നമ്മൾ കിതാബിൽ എഴുതിക്കണതോ ഒറ്റ ഹദീസ് എഴുതിക്കണം. കേട്ടില്ലേ? ആ ഹദീസ് ഏതാണ്? അഹ്സൂ ഹിലാല ശഅബാന ലി റമദാൻ. റമദാനിന് വേണ്ടി ശഅബാന്റെ മാസം നിങ്ങൾ തിട്ടപ്പെടുത്തുക എന്നൊരു ഹദീസ് തുർമുദിയിൽ വരുന്നുണ്ട്. 623-ാമത്തെ നമ്പറായിട്ട് വരുന്നുണ്ട്. ആ ഹദീസ് മാത്രമാണ് മുസ്ലിം ഇമാമിൽ നിന്ന് ഈ തുർമുദിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർമ്മശക്തി ഭയങ്കരമായിരുന്നു. ഒരു വട്ടം മക്കയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ തുർമുദി ഇമാം മക്കത്തേക്ക് യാത്ര പോവുകയാണ്. വഴിയിൽ വെച്ച് ഒരു ഷെയ്ഖിനെ കണ്ടു. അപ്പോൾ ആലിമ്യങ്ങൾ പരസ്പരം കണ്ടെന്താണ്? അറിവുകൾ കൈമാറും. അങ്ങനെ എഴുതുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി വല്ലാതെ അത്ഭുതപ്പെടുത്തി. മനസ്സിലായി? ആ ഷെയ്ഖിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേട്ടു. ആ കേട്ട സമയത്ത് മൂപ്പര് വിരലുകൊണ്ട് കിതാബിൽ ഇങ്ങനെ എഴുതി. അപ്പോൾ ആ ഷെയ്ഖ് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ നമ്മൾ ഇത്തിരി ഹദീസ് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ വിരലുകൊണ്ടാണ് എഴുതണമെന്നും പിന്നെ പെണ്ണുകൊണ്ട് എഴുതണില്ലേ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുത്ത ആ 10-60 ഹദീസ്, 40 ഹദീസും അല്ലെങ്കിൽ 60 ഹദീസും ഒക്കെ കാണുന്നുണ്ട് കിതാബിൽ.
ആ 40 ദിവസവും മടക്കിയും ചൊല്ലിക്കൊടുത്തു. യാത്രയിലെ ഉസ്താദ് ഒരു വഴിയിൽ നിന്ന് ഒരാളെ കണ്ടപ്പോൾ, തുറമുദിമാവ് വഴിയിൽ നിന്ന് ഒരാളെ കണ്ടപ്പോൾ അതൊക്കെ മൂപ്പരാണ് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. കേട്ടില്ലേ? പിന്നെ അപ്പം രചയിതാവിൻ്റെ മഹത്വം അത്രയൊക്കെ ഉണ്ട്. ഇനി 4ാമത്തെ ചോദ്യം, കിതാബിൻ്റെ മഹത്വം എഴുതുക. കിതാബിൻ്റെ മഹത്വം തന്നെയാണ് മുസന്നിഫിൻ്റെ പവർ. മുസന്നിഫിൻ്റെ 2 ചോദ്യങ്ങൾക്ക് ഓരോ ഉത്തരം തന്നെ ഏകദേശം വരും. കാരണം 3ാമത്തെ ചോദ്യം രചയിതാവിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ രചയിതാവിൻ്റെ മുഅ്ജിസത്താണല്ലോ അവിടുത്തെ മുഅ്ജിസത്തെന്ന് പറഞ്ഞുകൂടാ, അത് നബിമാർക്കാണ് ഉപയോഗിക്കുക. മുസന്നിഫിൻ്റെ കറാമത്താണല്ലോ അവിടുത്തെ രചന. അപ്പോൾ അവിടുത്തെ അത്ഭുതങ്ങൾ നമ്മൾ പറഞ്ഞു, രചനയുടെ മഹത്വങ്ങളൊക്കെ പറയാൻ പോവുകയാണെങ്കിലേ, മുസന്നിഫിൻ്റെ പേര് ആ രചയിതാവിൻ്റെ ചരിത്രം എഴുതി. 3ാമത്തെ ചോദ്യം എന്താ? രചയിതാവിൻ്റെ ചരിത്രം എഴുതുക. ഇനി 4ാമത്തെ ചോദ്യം, കിതാബിൻ്റെ മഹത്വം എഴുതുക. അതിന് നേരത്തെ പറഞ്ഞൊക്കെ ഉൾപ്പെടുത്താം. അതോടൊപ്പം ഹാഫിദ് ദഹബി പറയാണ്, വമൻ കാന ഫീ ബൈത്തിഹി ഹാദൽ കിതാബ്, എഴുതിക്കൊള്ളെല്ലാവരും, വമൻ കാന ഫീ ബൈത്തിഹി ഹാദൽ കിതാബ് ഫകഅന്നമാ ഫീ ബൈത്തിഹി നബിയ്യുൻ യതകല്ലമു. അതിൻ്റെ അർത്ഥം, ഒരാളുടെ വീട്ടിൽ ഈ കിതാബ് ഉണ്ടെങ്കിൽ, തുർമുദി ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഫകഅന്നമാ ഫീ ബൈത്തിഹി നബിയ്യുൻ യതകല്ലമു, സംസാരിക്കുന്ന നബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉള്ളതുപോലെയാണ്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോൾ ഈ കിതാബില്ലേ, നമ്മളെ വീട്ടിൽ നബി ഉണ്ട് എന്ന്, നമ്മളെ റൂമിൽ ഈ കിതാബില്ലേ തുർമുദി, അതിലിപ്പോൾ നോക്കി ക്ലാസ് കേൾക്കണത്. അപ്പോൾ കിതാബൊക്കെ എല്ലാവരും വാങ്ങണം. കാരണം കിതാബ് വീട്ടിലുള്ളതിന് വലിയ ബർക്കത്താണ്. ഇതെന്താ ഈ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞത്? റസൂലുള്ള വീട്ടിലുണ്ട് എന്ന്. തുർമുദി ഒരു വേള വീട്ടിലുണ്ടെങ്കിൽ റസൂലുള്ള ഉണ്ട് എന്ന്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ സിഹാവുസ്യത്തുണ്ടെങ്കിൽ തന്നെ എത്ര കാവല. ചികിത്സക്കാരെ കാണാൻ പോകും. ചികിത്സ പഠിക്കുന്നവരാണ്, അറിയുന്നവരാണ്, ചെയ്യുന്നവരാണ്. അപ്പം ചികിത്സൻ്റെ ആളുകളൊക്കെ ഖുർആനിലെ ഒരു സൂറത്തിലെ ഒരു ആയത്തിലെ ആയത്താണ് എഴുതി കൊടുക്കുന്നത് ബർക്കത്തുണ്ടാകാൻ. എന്നാൽ ഇത് മുഴുവനും ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ, സിഹാവുസ്യത്തുണ്ടെങ്കിൽ അപ്പം എത്ര കാവലാണ്, എത്ര പവറാണ്. അപ്പം അതുകൊണ്ട് സിഹാവുസ്യത്ത് എല്ലാവരും വാങ്ങണം. കിതാബ് എല്ലാവർക്കും നിർബന്ധമാണ്. കാരണം ഈ ഇബാറത്ത് നോക്കി നിങ്ങൾ, വമൻ കാന ഫീ ബൈത്തിഹി ഹാദൽ കിതാബ് ഫകഅന്നമാ ഫീ ബൈത്തിഹി നബിയ്യുൻ യതകല്ലമു. കാണാതെ പഠിക്കുക, ഹദീസ് കാണാതെ പഠിക്കണ പോലെ. ഒരാളുടെ വീട്ടിൽ തുർമുദി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മുത്തുനബി ഉണ്ട്. പടച്ചോനെ, അതാണ് തുർമുദി. നേരത്തെ പറഞ്ഞല്ലോ എത്ര ഹദീസുണ്ട് എന്നൊക്കെ. തുർമുദി പറഞ്ഞ കിതാബിൽ 4051 ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സുലാസിയായ ഒരു ഹദീസ് ഉണ്ട് പറഞ്ഞു. നല്ല ക്രമീകരണമാണ്. മദ്ഹബുകൾ പരാമർശിക്കും. ഹദീസുകൾ സ്വഹീഹാണോ ഹസനാണോ എന്ന് വ്യക്തമാക്കും. വലിയ മഹാനാണ് തുർമുദിയുമാണ്. അതൊക്കെയാണ് കിതാബിൽ. ഈ കിതാബിൻ്റെ പ്രത്യേകത, നല്ല കൃത്യത, ഉറപ്പൊക്കെ ഈ കിതാബിലുണ്ട്. ഈ ഗ്രന്ഥത്തിലെ സ്വഹീഹ്, ഹസന്, ലഈഫ്, ഗരീബ്, മുഅല്ലൽ പലതും ഈ ഹദീസ് ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മർഫൂ മഖ്തൂ ഹദീസിൻ്റെ പല കാറ്റഗറികൾ എന്താണെന്ന് അറിയണോൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ പിന്നെ മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് എന്ന കിതാബ് എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ ഹദീസിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്താണ്. മൗഖൂഫായ ഹദീസ്, മർഫൂ ഹദീസ്, ഹസന്, അങ്ങനെ പല ഇനങ്ങളുണ്ടല്ലോ ഒക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാകുകയാണ്. ഇനി 5ാമത്തെ ചോദ്യം, ഇശ്റഹിൽ ഹദീസ വാഫിയൻ കാഫിയൻ. അതായത് കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖ്ബല സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ എന്നുള്ളത് വിശദീകരിക്കാൻ. അപ്പോൾ ഈ ഹദീസ് വിശദീകരിക്കുക എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ, എന്താ വിശദീകരിച്ചത്? ഒതുല്ലാത്ത ആൾക്ക് ഹറാമായ കാര്യങ്ങളൊക്കെ അല്ലേ ഫത്തുൽമേൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഉത്തരം യഹ്റമു ബിൽ ഹദസി. ഫത്തുൽമേൻ്റെ തുടക്കത്തിലുണ്ട് ഖാത്തിമത്തുൻ എന്ന് പറഞ്ഞിട്ട്, യഹ്റമു ബിൽ ഹദസി സ്വലാത്തുൻ വ തവാഫുൻ വ സുജൂദുൻ വ ഹംലു മുസഹഫിൻ വമാ കുതിബ ലിദർസി ഖുർആൻ. അർത്ഥം, യഹ്റമു ബിൽ ഹദസി, ഒതുല്ലാത്ത ആൾക്ക് ഹറാമാണ് സ്വലാത്ത് നിസ്കാരം 1, 2 തവാഫ്, 3 സുജൂദ്, 4 മുസഹഫ് ചുമക്കൽ,
ഖുർആന് എഴുതിയത്, പഠിക്കാനും മറ്റൊക്കെ ഖുർആൻ എഴുതിയത്, ഇതൊക്കെ ഒരു കടലാസിൽ എഴുതിയ ഖുർആനാണെങ്കിലും അതൊന്നും ഏറ്റുകൊണ്ട് നടക്കാൻ പാടില്ല. അപ്പോൾ ഫത്തുൽ മൊയിനുണ്ട്, അതൊക്കെ നോട്ടിൽ പകർത്തും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാകുകയാണ് കേട്ടോ. പിന്നെ 6-ാം നമ്പർ ചോദ്യം, വുളൂഇൻ്റെ മഹത്വം എഴുതുക. ആ വുളൂഇൻ്റെ മഹത്വം എഴുതുക എന്ന് പറയുമ്പോൾ ആ ഹദീസിൻ്റെ പരിഭാഷ എഴുതിയാൽ മതി. ഏത്? ഒരു മനുഷ്യൻ വുളു ചെയ്താൽ മുഖം കഴുകലോടുകൂടെ മുഖത്തെ പാപങ്ങൾ അള്ളാഹ് പൊറുക്കും. വുളു ചെയ്യുമ്പോൾ കൈ കഴുകലോടുകൂടെ കയ്യിൻ്റെ പാപങ്ങൾ പൊറുക്കും. വേറെ റിപ്പോർട്ടിൽ കാണാം തടവലോടുകൂടെ ചെവിയുടെ പാപം, തെറ്റുകൾ, ഗൈബത്ത് നിയമത്ത് കേട്ടൊക്കെ പൊറുക്കും എന്നൊക്കെ കാണാം. അപ്പോൾ ആ ഒരാശയം പരിഭാഷ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ സബ്ക്ക് പൂർത്തിയാകുമ്പോൾ 6 ചോദ്യം. 1-ാമത്തെ ചോദ്യം കിതാബിൻ്റെ പേരെന്താണ്? 2-ാമത്തെ ചോദ്യം രചയിതാവിൻ്റെ പേരെന്താണ്? 3-ാമത്തെ ചോദ്യം രചയിതാവിൻ്റെ ചരിത്രം വിവരിക്കുക. 4-ാമത്തെ ചോദ്യം കിതാബിൻ്റെ മഹത്വം എഴുതുക. 5-ാമത്തെ ചോദ്യം ഇശ്റഹിൽ ഹദീസ വാഫിയൻ കാഫിയൻ. ഈ ഹദീസ് വിശദീകരിക്കുക എന്ന്, അഥവാ ഹദീസിൻ്റെ പരിഭാഷ എഴുതുക. ഒന്നുമില്ലാത്ത ആൾക്ക് പാടില്ലാത്ത 5 കാര്യം പറഞ്ഞില്ലേ ഫത്തുൽ മീനിൻ്റെ, അത് എഴുതുക. 6-ാമത്തെ ചോദ്യം വുളൂഇൻ്റെ മഹത്വം എഴുതുക. ഇങ്ങനെ 6 ചോദ്യമാണ് ഇന്നത്തെ സബക്കിലുള്ളത്. അപ്പോൾ കിതാബ് സബക്ക് പൂർത്തിയാവുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഹിജറ 209 ജനിച്ചു, 279 വഫാത്തായി. അപ്പോൾ ഏകദേശം 70 വയസ്സ് അല്ലേ? 9 പോയാൽ 70 വയസ്സ്. പിന്നെ ബഹുമാനപ്പെട്ടവർ അദ്ദേഹം വലിയ സാഹിദായിരുന്നു, സൂക്ഷ്മതയുള്ളവനായിരുന്നു, ഇൽമിൽ ബഹറായിരുന്നു. എല്ലാവരും അത് സമ്മതിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ധാരാളം ഉലമാക്കൾ അവിടുന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട്. ധാരാളം ഉലമാക്കളിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്. അവരെ പറ്റിയൊക്കെ ഇമാമികൾക്ക് എഴുതി വെച്ചാൽ എന്താ? യഅലം അന്നൽ ഇമാമ അബാ ഈസ തുർമുദി ഇമാമുൻ മശ്ഹൂറുൻ സിഖത്തുൻ ഹാഫിദുൻ മുത്തഖിനുൻ മുത്തഫഖുൻ അലൈഹി. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? അബൂ ഈസ തുർമുദി എന്നവർ ഇമാമുൻ, ഒരു വലിയ ഇമാമാണ്, മശ്ഹൂറുൻ പ്രസിദ്ധനായ ഇമാമാണ്, സിഖത്തുൻ നല്ല വിശ്വസ്തനാണ്, ഹാഫിദുൻ ഹാഫിളാണ്, മുത്തഖിനുൻ നല്ല ഉറപ്പുള്ള ആളാണ്, മുത്തഫഖുൻ അലൈഹി എല്ലാവരും അവരുടെ മേൽ അംഗീകരിക്കുന്നുണ്ട്. ആരും അവരങ്ങനെയാണ് ഇങ്ങനെയാണ് കളവ് പറയുന്ന ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ബുഖാരിയിൽ 22 സുലാസിയാത്തുണ്ട്. അമ്മാഫി സ്വഹീഹുൽ ബുഖാരി ഫഇസ്നാനി വഇശ്റൂന സുലാസിയൻ. ഇപ്പോൾ 22 സുലാസിയാത്ത് ബുഖാരി കാണാം. മുസ്ലിമിലോ ഫലൈസ ഫീഹി സുലാസിയൻ കഥാബുധവന. പിന്നെ നമ്മളെ കയ്യിലുള്ള തുർമുദിയിൽ ഒരു ഹദീസുണ്ട്. എന്താ ഹദീസിൻ്റെ പ്രത്യേകത അറിയോ? മൂപ്പര ഉസ്താദ് 3 ഉസ്താദ് കഴിയും 4-ാമത്തെ ഉസ്താദ് നബിയ. അതിൻ്റെ പേരാണ് തുർമുദി ഇമാമിൻ്റെയും നബിൻ്റെയും ഇടയിൽ 3 ആളുകളെ ഉള്ളൂ. ഈ ഹദീസിൻ്റെ പേരാണ് സുലാസിയാത്ത്. സുലാസിയായ ഹദീസ്, വലിയ പവറുള്ള ഹദീസാണ്. ഇപ്പം നമ്മൾ വായിക്കുമ്പോഴൊക്കെ 4 ആളും 5 ആളൊക്കെ ഇടയിൽ വരില്ലേ? അപ്പോൾ വളരെ ആൾ കുറയുമ്പോൾ അത്രയും ഹദീസിന് പവർ കൂടും. ആ ഹദീസിന് കേട്ടോളി. റവാ ഹാദൽ ഹദീസ ഫി ജാമിഇ ഫി കിതാബിൽ ഫിത്തൻ എന്ന ഭാഗത്ത് കിതാബിൽ ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്താ ഹദീസ്? ഹദ്ദസന ഇസ്മായിൽ ഇബ്നു മൂസൽ ഖസാരി ഇബ്നു അതല്ല ഹദ്ദസന അംർ ബിൻ ഷാക്കിറിൻ അൻ അനസ്. അതന്നെ ആ ഹദീസ്. ഇത് നോക്കിയൊക്കെയാണെങ്കിൽ വെറും 3 ആളുള്ളൂ നബിൻ്റെയും തുർമുദി ഇമാമിൻ്റെയും ഇടയിൽ. ഹദീസ് ഏതാ അറിയാം നമുക്ക്? യഅതി അലന്നാസി. ആ സനദുമായിട്ട് മൊത്തമായിട്ടൊന്ന് നമുക്ക് വായിക്കാം. ഹദ്ദസന ഇസ്മായിൽ ഇബ്നു മൂസൽ ഖസാരി ഇബ്നു തസ്ന്ദി അൽ കൂഫി ഹദ്ദസന അംർ ബിൻ ഷാക്കിറിൻ അൻ അനസ് ബിൻ മാലിക്കിൻ. അപ്പോൾ 3 ആളായി അല്ലേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാനുൻ. എന്താ ഹദീസ് മത്തിനെ? യഅതി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംറതി. ശേഷം ഒരു കാലഘട്ടം വരാണ്ട്. യഅതി അലന്നാസി സമാനുൻ, ശേഷം ഒരു കാലം വരും.
ജനങ്ങൾക്ക് ഒരു കാലം വരും. എന്താ പ്രത്യേകത അറിയോ? അസ്വാബിർ ഫീം, ആ കാലത്ത് ഇസ്ലാമിൽ ജീവിക്കുമ്പോൾ പല ആരോപണങ്ങളും വേദനകളും അടിയിടിയൊക്കെ കിട്ടും. അപ്പോൾ അസ്വാബിർ ഫീ അലാ ദീനിഹി, അപ്പോൾ അക്കാലത്ത് ആ ജനങ്ങൾ ദീനിൽ ഉറച്ച് ക്ഷമിച്ചു നിൽക്കുമ്പോൾ കൽ ഖാബിൽ അലൽ ജംറത്തി, തീക്കട്ട കയ്യിൽ പിടിക്കണ ആളെ പോലെയാണ് എന്ന്. ഹാദാ ഹദീസുൻ ഗരീബുൻ മിൻ ഹാദിൽ വജ്ഹി ഫലൈസ ബൈന തുർമുദി വ ബൈന നബിയ്യി ഫി ഇസ്നാദി ഹാദിൽ ഹദീസ് വാസിത്തത്താനി ബൽ ഫിഹി സലാസു വസായിത്ത്. അപ്പോൾ ഈ സനദിൽ 3 ആളേ ഉള്ളൂ നബിൻ്റെയും തുർമുദി ഇമാമിൻ്റെ ഇടയിൽ. 1 ഇസ്മായിൽ ഇബ്നു മൂസ, 2 ഉമർ ഇബ്നു ഷാക്കിർ, 3 അനസ് ഇബ്നു മാലിക്. ഫഹാദൽ ഹദീസു, ഈ ഹദീസിൻ്റെ പേരാണ് സുലാസി. വൈസ് ഇസ്നാദു അഖറബ മിൻ ഇസ്നാദിൽ ബുഖാരി വ മുസ്ലിം വ അബീ ദാവൂദ്. പലരും പറഞ്ഞതുപോലെ മറ്റുള്ളവരെക്കാളും ഏറ്റവും അടുപ്പം ഈ ഹദീസിനാണ്. കാരണം റസൂലുള്ളാഹിൻ്റെയും തുർമുദി ഇമാമിൻ്റെ അടിയിൽ 3 ആളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുന്നു. കുറച്ച് തോനായില്ലേ, എന്നാലും വിഷമിക്കണ്ട. എൻ്റെ വൽഹാസിൽ ഗ്രൂപ്പിൽ എഴുതി വിടുന്നുണ്ട്. പിന്നെ അതിൽ പേജ് 19 കാണുന്നു. യഅലം അന്ന ബഅദൽ ഉലമാഇൽ ഹനഫിയ്യത്തി, ഏലം അന്ന ബഅദൽ ഉലമാഇൽ ഹനഫിയ്യത്തി, ഹനഫി മദ്ഹബിൽപ്പെട്ട കുറേ ഉലമാക്കൾ പറയാണ്, ജഅമു അവരൊക്കെ പറയാണ്, അഭിപ്രായപ്പെടണം, വാദിക്കുകയാണ്, അന്നൽ ഇമാമ അബാ ഈസ തുർമുദി, തുർമുദി ഇമാമേ കാന ഷാഫിഈ, ഷാഫി മദ്ഹബിൽപ്പെട്ട ആളാണ്. അപ്പോൾ ബഅദുഹും ഖാലു, ചിലർ പറയുന്നുണ്ട് ഇന്നഹു കാന ഹംബലിയ്യ. അപ്പോൾ പേജ് 19 കാണുന്നു, അഭിപ്രായം എടുത്താൽ മതി. ഷാഫി മദ്ഹബുകാരനാണ് ആര്? തുർമുദി ഇമാമ. പിന്നെ വേറെ അഭിപ്രായങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്, പറയാൻ പറ്റാത്ത അഭിപ്രായമൊക്കെ ഉണ്ട്. മുജ്തഹിദാണ് ഗൈറു മുഖല്ലിദാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഏതായാലും തുടക്കത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്ത് ഷാഫി മദ്ഹബുകാരനാണ് എന്ന്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു നാഫിയ ഇൽമു നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. പ്രബലം ആണല്ലോ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷാഫി മദ്ഹബുകാരനാണ്. അപ്പോൾ കിതാബ് സബക്ക് അവസാനിക്കുന്നു. തുർമുദിയിലെ 1ാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ 6 ചോദ്യം. 1 കിതാബിൻ്റെ പേരെന്താണ്, 2 രചയിതാവിൻ്റെ പേരെന്താണ്, 3 രചയിതാവിൻ്റെ ചരിത്രം വിവരിക്കുക, 4 കിതാബിൻ്റെ മഹത്വം എഴുതുക, 5 ഈ ഹദീസ് ഇശ്റഹിൽ ഹദീസ വാഫിയൻ കാഫിയൻ, 6 വുളൂഇൻ്റെ മഹത്വം എഴുതുക. 6 ചോദ്യം അല്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖബ്ബലല്ലാഹ്.